ഓക്കെ, അപ്പോൾ ടർഫ് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ TVS കയറിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ Z30 ഓൾറെഡി അവര് സ്നൈപ്പർ ആന്റണി വാക്കറിനെ കൊന്നു, വണ്ടി ഇടിച്ചു കൊന്നു. എവിടെയാണ് കൊന്നത്? അതന്നെ അവർക്ക് വണ്ടി ഇല്ലടാ, അവരെ വണ്ടി കേറ്റിട്ടില്ല. അത് വണ്ടി എടുത്തോണ്ടയാ, വണ്ടി എടുത്തു. പക്ഷെ വണ്ടി എടുക്കാൻ പറ്റില്ല, ഓടിക്കാൻ പറ്റില്ല. വണ്ടി ഓടിക്കാൻ പറ്റില്ല. വണ്ടി ബഗ്ഗ ഉണ്ടാവും. അല്ല, വണ്ടി കീ വെച്ചെടുത്തുണ്ടാവും. ഓക്കെ, തുടക്കത്തിൽ തന്നെ ഒരു വണ്ടി നഷ്ടമായിരിക്കുകയാണ്. എന്താ ഞാൻ കണ്ടില്ല. ചാറ്റ് ഇട്ടാ മതിയാവും, സൗണ്ട് ഇല്ലാന്ന്. ചാറ്റിൽ എല്ലാരും പറയണ്ട ഇതുണ്ടോ നഷ്ടപ്പെട്ട ചെയ്യാൻ പറ്റത്തില്ല. ചാറ്റ് കണ്ടിട്ടില്ല. ടർഫ് തുടങ്ങിയില്ലടാ. അച്ചാറാകുമല്ലോ വണ്ടി ഡാമേജ് ആക്കട്ടെ. ഇനി മിക്കവാറും ഇതിന്റെ കൂടെ ഇതും പൊട്ടാതിരുന്നാ മതി. ഇത് മറ്റേ ഇത് കാണുമ്പോ അറിയോ, പണ്ട് നമ്മുടെ ഗെയിം സൗണ്ട് ഇല്ല. ഇത് കാണുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് നമ്മുടെ ഇതുണ്ടല്ലോ, അതിന്റെ പേരെന്തുവാ, ഏതാ അതിന്റെ പേരെന്തായിരുന്നു? സെർജിയോ ഒലക്ക. മാവ് ഇതൊക്കെ പൊടിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ രണ്ട് കൈ മാറി മാറി സ്നൈപ്പ് അടുത്തോനെ അത് ഇന്റൻഷനൽ അറിയാണ്ട് വീഡിയോ മേലാണ് കുഴപ്പമില്ല. ലൈക്ക് അല്ല, ഇന്റൻഷനൽ വീഡിയോയിലാണ് അറിയാണ്ടായ കുഴപ്പമില്ല. പെട്ടെന്ന് വണ്ടി ഇറങ്ങുന്ന സമയത്തൊക്കെ അങ്ങനെ കുഴപ്പമില്ല. ശരിയാ ശരിയാ. ദില്ലിക്ക് കയറാൻ പറ്റില്ലല്ലോ. ഇല്ലില്ല, അതല്ല, അത് എങ്ങനെ വീഡിയോമാണ്. ഇതിന് മുന്നേ വീഡിയോ ആണ്. ഇത് ആദ്യമായിട്ട് ഇങ്ങനത്തെ വീഡിയോയിൽ എങ്ങനെ ചത്തും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അതായത് പോട്ടെ, അത് നോക്കണ്ട. വണ്ടി അതോട്ട് കയറാൻ അവർ ശ്രമിക്കുന്നുണ്ട് തോന്നുന്നു. അടുത്ത അവരുടെ വേറെ രണ്ട് പ്ലേയേഴ്സ് ഇതിലോട്ട് കയറുന്ന നല്ലൊരു സ്പ്രേ അവര് തിരിച്ച് അവിടുന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അതേപോലെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സോണിന്റെ എഡ്ജിൽ Z30 വണ്ടികളിലെ ഫിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. രണ്ട് പ്ലേയേഴ്സ് അവിടെ ഇറങ്ങിയിട്ടുണ്ട്. എന്താ പ്ലാൻ ഉണ്ട് തോന്നുന്നു Z30. ഈ ഒരു ഏരിയയിൽ നല്ലൊരു സ്പ്രേ വരുന്നുണ്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർത്താണ്ഡൻ ഡിങ്കർ, Z30 മൈറ്റി ടോറസ്, അസീം, നിൽഗോട്ട്, ദില്ലി. ഓക്കെ, അവരുടെ വണ്ടികളെല്ലാവരും അവർ അവിടുന്ന് റൊട്ടേറ്റ് ചെയ്ത് വേറൊരു ആംഗിളിൽ പോവുകയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ നീരൻ ഇവിടെ വേറെ ഒരു വണ്ടീനെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അവർ 4 വണ്ടി കാണുകളൊക്കെ അവർ നേരെ ഈ ഒരു ഏരിയയിലോട്ട് വന്നു. ഇവിടെ ഈ ഒരു ഏരിയയിലോട്ട് അവർ വന്ന് നിർത്തിയിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോമ്പൗണ്ട്സിലോട്ടാണ് അവർ കയറുന്നത് ഡയറക്റ്റ്. ഈ പുള്ളി ഇത് ഓണാക്കിയിട്ടില്ലേ റൈറ്റ് സൈഡിൽ? അകത്ത് കയറിയില്ലേ കാണിക്കത്തുള്ളല്ലേ? ജുഗ്രു അവരുടെ വണ്ടീനെ പിറ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ അവരുടെ ബാക്കിയുള്ള 3 വണ്ടികൾ ഓൾറെഡി സോണിന്റെ അകത്തുണ്ട്. ബട്ട് ബൈഫുട്ട് ഇറങ്ങിയ പ്ലേസ് എല്ലാം തിരിച്ച് വണ്ടിക്ക് അതിൽ കയറിയിട്ടുണ്ട്. ഒരാള് കത്തിപ്പോയിട്ടുണ്ട്. ഓക്കെ, ആന്റണി വാക്കർ ഗെയിം ക്രാഷ് ടിവിയുടെ 12 പേര് സോണിന്റെ അകത്ത്, Z30 8 പേരാണ് സോണിന്റെ അകത്തോട്ടുള്ളത്. അടുത്തൊരു സോൺ ഷിഫ്റ്റ് ഓൾറെഡി വന്നിരിക്കുകയാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോൺ ഷിഫ്റ്റ് എത്തിയിരിക്കുന്നു. കറന്റ്ലി TVക്ക് ഒരുപാട് ആവശ്യ ലെഹറെ സോണ് അവർ നിൽക്കുന്ന ഒരു ഏരിയയിലാണ് വന്നിരിക്കുന്നത്. സോ ഈ ഒരു സോണിന്റെ ഇൻഫ്ലുവൻസ് നമുക്ക് കൂടുതലും ടിവിയുടെ സൈഡിലാണുള്ളത്. Z30 എന്താണ് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ Z30 വണ്ടി ഈ ഒരു Z30 റോൾ ഉണ്ടെന്ന് ചെക്ക് ചെയ്യട്ടോ.
ആർക്ക് കളഞ്ഞ കളഞ്ഞ T-40 റോളാണ് കിടക്കുന്നത്. ഓക്കെ. കറന്റ്ലി Z30 ഈ ഒരു ഏരിയ തന്നെ ഹോൾഡ് ചെയ്യാണ്. അടുത്തൊരു സോൺ ഷിഫ്റ്റ് വേണ്ടി അവർ വെയിറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. ടിവിയുടെ പ്ലേയേഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബിൽഡിങ്ങിൽ സാവേജ്, അതേപോലെ തന്നെ ഡെസ്ട്രോ, കില്ലോ, ജപ്പാൻ ഈ ഒരു ബിൽഡിങ്സിൽ കളിക്കുന്നുണ്ട്. നമ്മൾ ഫാക്ടറി സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വില്ലു, ഏബൽ, സ്റ്റീവ് ആൻഡ് മെസ്ബോയ് ആണ് കളിക്കുന്നത്. നീല് ബൈഫൂട്ട് താഴെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള പ്ലേയേഴ്സ് വണ്ടിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. Z30 നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും ഈ ഒരു ഏരിയയിലോട്ട് ചുരുങ്ങിയിരിക്കുകയാണ്. കാരണം ഈ പോയ പ്ലെയർ തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. ആൻ്റണി തിരിച്ചു കയറിയോ? ഇല്ല, ആൻ്റണി ഇനി തിരിച്ചു കയറിയിട്ടില്ല. നിൽഗോട്ട്, അസീം, ദില്ലി, അതേപോലെ മാർത്താൻ. ആൻ്റണി തിരിച്ചെത്തിയിരിക്കുകയാണ്. റേഡിയോ കണക്ട് ചെയ്ത് ആൻ്റണി അവരുടെ വണ്ടി ഇവിടെ ആന്റണി വക്കറിന് അടിക്കുന്നു. ഓ ജുഗ്രു ഈ ഒരു ഏരിയയിൽ വന്ന് ഇറങ്ങി. ഒരു സെക്കൻഡ് തലതാരൊക്കെയാണ് മാറി. സ്നൈപ്പ് ഡൗൺ. വണ്ടിയിൽ സ്നൈപ്പിന് കയറാൻ സാധിച്ചില്ല അവിടെ. പക്ഷെ കൊന്നത് സോൺ ഔട്ട്. ശരിയല്ലോ. ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, FRP ഒഴിവാക്കാൻ. അത് വേണ്ട, അത് വേണ്ട. അല്ലെങ്കിൽ നാളെ നടത്താൻ സമയമില്ല. അല്ല ഇനി നടത്തത്തില്ലല്ലോ. ആണല്ലേ? വൺ സൈഡ് അല്ലേ? വൺ സൈഡ് അല്ല. ഏത്? അല്ല ഒരു സൈഡിൽ മാത്രമല്ല ഇപ്പൊ FRP വന്നിട്ടുള്ളൂ. ആണോ? നടക്കട്ടെ, കണ്ടിന്യൂ ആവട്ടെ. ശേഷം കറന്റ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. അപ്പോൾ ടർഫ് അവിടെ നിര്യാതനായിരിക്കുകയാണ്. അൺലക്കി പറയാനൊന്നും ഒന്നും പറയാൻ പറ്റത്തില്ല. അൺലക്കി സാരമില്ല. മേ ബി ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഒന്നും ചെയ്യാൻ പറ്റുന്ന വരത്തില്ല. അതേപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള പ്ലേസ് നോക്കുകയാണെങ്കിൽ എന്തായാലും അവരുടെ Z30 ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. അവരെന്തായാലും ഒരു FRP കാണിച്ചിട്ടുണ്ട്. സോ ഇനി അവർ വിചാരിക്കാം കളിച്ചിട്ട് കാര്യമില്ലാന്ന്. ബട്ട് ഒരു നല്ലൊരു അഗ്രസീവ് പുഷ് നമുക്ക് കാണാൻ സാധിച്ചാൽ നന്നായിരുന്നേനെ. കാണുന്നവർക്ക് ഒരു എന്റർടൈനിങ് ആയിരുന്നേനെ അത്. Z30, അസീം, ദില്ലി, എൻഗോട്ട്, അതേപോലെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പക്കി, ഡെസിമിൽ, റൊസാരിയോ റോഡ്രിഗസ് അടങ്ങുന്ന Z30യുടെ വണ്ടി ഇവിടുന്ന് വേറൊരു ആംഗിൾ റൊട്ടേറ്റ് ചെയ്യുകയാണ്. സ്റ്റീവ് അസ്രിയൽ ഇവിടെ സോൺ ഔട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ മെസ്ബോയ് ഗോക്കു ഫാക്ടറി ഏരിയ ഹോൾഡ് ചെയ്യാണ്. TVA മോബി വണ്ടിയായിട്ട് അവിടെ എത്തിയിരിക്കുകയാണ്. നീലൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്യാണ്. സോ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. മേ ബി റിപ്പയറിന് പോവുകയാണെന്ന് തോന്നുന്നു. യെസ്, ഇവിടെയുള്ള റിപ്പയറിലോട്ട് യെസ് അവരുടെ പ്ലേയേഴ്സ് ഓൾറെഡി ഈ ഒരു ഏരിയയിൽ വന്നിട്ടുണ്ട്. ലാസ്റ്റ് പിക്ക് ഈ ടർഫ് തീരുന്ന സമയത്ത് ലാസ്റ്റ് പിക്ക് ഏത് ടീമിന്റെ വകയായിരിക്കും? ഓക്കെ, ലാസ്റ്റ് കില്ല് ഏത് ടീമിന്റെ വകയായിരിക്കും? അതാണ് അടുത്ത പ്രൊഡിക്ഷൻ. രണ്ടുപേരേ ഉള്ളൂ. ലാസ്റ്റ് കിൽ ബൈ TVA Z30. ഓക്കെ, 10 മിനിറ്റ് ഇതുണ്ട്. 10 മിനിറ്റ്. എനിക്ക് വണ്ടി ഓടിക്കുന്ന ഇഷ്ടം തോന്നുന്നു. ലാസ്റ്റ് കില്ല് ഈ ടർഫ് ഉണ്ടാവുന്ന ലാസ്റ്റ് കില്ല് ഏത് ടീമിന്റെ വകയാണ്? ഓ ജുഗ്രു ഈ ഒരു ഏരിയ വന്ന് പിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മ്യൂട്ടാണോ? ഹലോ ഹലോ, ഓണോട്ടാണേലും വെറുതെ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജുഗ്രു ഉണ്ട്. നല്ലൊരു പിറ്റിംഗ്. ലാസ്റ്റ് ബട്ട് ജുഗ്രു തിരിച്ചു പോകുന്നു. വീണ്ടും റിപ്പയർ ആയി ഇറങ്ങിയ വണ്ടീനെ നമ്മൾ കിൽഫീൽഡ് നോക്കിയിട്ടാണ് പറയാ. കിൽഫീൽഡില് കാണിക്കാന്ന് വെച്ചിട്ടാണ് പറയാ. കിൽഫീൽഡില് മറ്റേ അഡ്മിസ്പെക്കിൽ കിൽഫീൽഡ് നോക്കുമല്ലോ, അത് വെച്ചിട്ടാണ് പറയാ. പ്രത്യേകം ഫൈറ്റ് കമ്മിറ്റ് ചെയ്യുന്നില്ല. കിൽഫീൽഡില് ലാസ്റ്റത്തെ കില്ല് ആരാണോ കാണിക്കുന്നത് അവരെ വെച്ചിട്ടാണ് പറയാ. ഓക്കെ,
Z30 ആ ഒരു വണ്ടിയുടെ പുറകിന് പോകാനുള്ള ശ്രമമാണ് നടത്തുന്നത്. നീലൻ അവിടെ വണ്ടി റിപ്പയർ ചെയ്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ, എടാ, അത് അടച്ച് വെച്ചെടാ. എടാ. ഇടിച്ചു തുറക്കാം, അകത്തു ആ, ഇടിച്ചു തുറക്കാം, അതെ. ഇടിച്ചു തുറക്കാം. ഡോർ അകത്തല്ലേ ഷട്ടർ. ആ ഒരു ഹോസ്പിറ്റൽ ഡോറ് തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് Z30യുടെ വണ്ടി തിരിച്ചറിഞ്ഞ സെറ്റ്. നല്ലൊരു ഐക്യു മൂവ് ആയിരുന്നു. ബട്ട് അവിടെ ആ വണ്ടിയുടെ ഒരു പവർ കാരണം ആ ഡോറ് ഹോൾഡ് ചെയ്ത് പിടിക്കാൻ സാധിച്ചില്ല. എങ്കിലും ഇവിടെ ഒരു വണ്ടിയിലായിട്ട് റോക്കറ്റ് ലീഗ് കളിക്കുന്നുണ്ട്. നല്ലപോലെ തന്നെ നല്ല ഫിറ്റിംഗ് ആണ്. എന്നിട്ട് അപ്പുറത്തോട്ട് വണ്ടി എത്തിയോടാ ടർഫില് സത്യം. എല്ലാരും ഇവിടെ ഉണ്ട്. ഓക്കെ, അവര് തിരിച്ച് നീല പിറ്റിയാൻ വേണ്ടി ഈ ഒരു ഏരിയയിലോട്ട് വരുന്നുണ്ട്. അവരുടെ വണ്ടി, ആ വണ്ടി പക്കിയുടെ വണ്ടിയാണെന്ന് തോന്നുന്നു. അത് എടാ, ഈ പറഞ്ഞിട്ടുണ്ട്. ഫിറ്റിംഗ് അതുപോലെ ജുഗ്രു പക്കിയുടെ വണ്ടിനെ ടർഫിനേക്കാൾ കൂടുതൽ fitting ആണ്. അവിടെ രണ്ടുപേരും കൂടെ. ബാക്കിയുള്ള വണ്ടികളെല്ലാം സോണിലോട്ട് മൂവ് ഇൻ ചെയ്തോണ്ടിരിക്കുന്നു. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആരാ ലാസ്റ്റ് കില്ലെടുക്കുക എന്നല്ലേ, ആരാ ലാസ്റ്റ് ചാവുന്നല്ലേ? അല്ലല്ല, ലാസ്റ്റ് കില്ലെടുക്കുക ആരാണ് Last ലാസ്റ്റ്? kill. ആ, നീല എടുക്കും. നീല ലാസ്റ്റ് കില്ല്. ഐ മീൻ ഏത് ഗ്യാങ് ആണെന്നുള്ളത്, ടി വി ആണ് അതുള്ളത്. TV പ്രഡിക്ഷൻ ചാവുന്നല്ല, കില്ലെടുക്കുന്നതാണ്. അവര് ഈ ഒരു ഏരിയയിൽ അത് കുത്തിയിട്ടുണ്ട്. കില്ലെടുക്കുന്ന. യെസ്, കില്ലെടുക്കുന്ന. ഇറങ്ങുന്നതിന് മുന്നേ ചത്തോ? നിങ്ങൾ വേറെ പ്രതീക്ഷ. ഇത് റാഞ്ചോ? ലാസ്റ്റ് കില്ല ഏത് ടീമിന്റെ വകയാണ്? എന്ത് ഇവിടെ വൺ പിറ്റിംഗ് ആണ്. ജുഗ്രു അല്ല സോണോട്ട് ഇറങ്ങി ഫയർ ചെയ്തുണ്ട്. അതേപോലെ ആ വണ്ടി സോണിട്ട് ഇറങ്ങി ഫയർ ചെയ്യുന്നതോ? എല്ലാരും ആ ഒരു ആംഗിൾ നല്ലതാണ്. എന്തൊക്കെയാ ഓക്കെ, ഇവിടെ അവരുടെ വണ്ടി ലോക്ക് ആയിട്ടുണ്ട്. ബട്ട് ആ വണ്ടിയുടെ എല്ലാ ടയറും റിപ്പയർ ചെയ്ത് വന്ന എല്ലാ ടയറും അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ബട്ട് എനിക്ക് ഹെൽത്ത് കാണാത്തതുകൊണ്ട് അറിയത്തില്ല എന്താണ് അവിടെ സംഭവിക്കുന്നത്. ആ ഒരു വണ്ടി ഫോൾ ബാക്ക് ആയി തിരിച്ച് ടിവിയുടെ വണ്ടികളെല്ലാം തിരിച്ച് സോണിന്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. ഓ, ഇവിടെ ഒരു ഫയറിങ്. ഓക്കെ, തിരിച്ച് Z30യുടെ വണ്ടികളെല്ലാം റീഗ്രൂപ്പ് ആയിട്ടുണ്ട്. ജുഗ്രു അവരെ ചേസ് ചെയ്ത് വീണ്ടും പോകുന്നുണ്ട്. വീണ്ടും റിപ്പയറിന് വേണ്ടി പോവാണോ ദൈവമേ? മാത്രം കാണാത്ത. ഓ, എന്റെ അമ്മ വെള്ളത്തിൽ പോയി. മറ്റേ ബൂം ചിക്ക വാവാ ഷോട്ട് എന്നൊക്കെ പറയുന്നത് പോലെ വെള്ളത്തില് അതൊരു കിടിലൻ ഫിറ്റിംഗ് ആയിരുന്നു. അതിൽ തെറിച്ച് പോയിട്ടുണ്ട് Z30യുടെ വണ്ടി. വണ്ടിക്കാരുടെ ഡാമേജോ? ആ വണ്ടിക്ക് ടയർ മൊത്തത്തിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സോ ആ വണ്ടിനെ റിപ്പയർ ചെയ്യാൻ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ജുഗ്രു അവിടെ വണ്ടിയായിട്ട് ഫിറ്റ് ചെയ്തത്. പക്ഷേ ഞങ്ങൾ നിന്നെ അവരെ റിപ്പയർ ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് Z30യുടെ ബാക്കിയുള്ള രണ്ട് വണ്ടികൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജുഗ്രുവിന്റെ വണ്ടി ഇടിച്ച് ഫിറ്റ് ചെയ്ത് അവർക്ക് ലോക്കാക്കാൻ സാധിച്ചില്ല. പക്കിയുടെ വക ഒരു മാസ്മരിക ഒരു ഷോട്ടായിരുന്നു നമ്മൾ അവിടെ കണ്ടത്. അതവിടെ മിസ്സായിട്ടുണ്ട്. ആ വണ്ടി സേഫ്ലി എന്തായാലും റിപ്പയർ ആകുമെന്ന് തോന്നുന്നു. റിപ്പയർ ആവട്ടെ. ജുഗുറു തിരിച്ച് സോൺ എന്നിലോട്ട് വരികയാണ്. സത്യം 2,69,000 വേഴ്സസ് 45K ആണ്. ഇവിടെ ഏതൊരു പ്ലെയർ മാർക്കർ. ഓക്കെ, ജുഗുറു ആ വണ്ടി വിട്ട് ഇപ്പുറത്തെ വണ്ടിയിലോട്ട് 7 ഇരട്ടി. 1000 ഇട്ടാ 7000. ഓ, ഈ ഒരു സോൺ ഔട്ടിലോട്ട് അവര് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ദില്ലി, നിൽഗോഡ്, നസീം, മോബി അവിടെ ഓൾറെഡി അത് സ്പോട്ട് ചെയ്തിട്ട് അവർക്ക് കോൾ കൊടുത്തിട്ടുണ്ട്. സോ അവർക്ക് ആ ഒരു ആംഗിൾ പുഷ് ചെയ്യാൻ സാധിക്കാതെ അവരവിടെ നിന്ന് ബാക്ക് ഓഫ് ചെയ്യുകയാണെന്ന് തോന്നുന്നു. അവരെന്തോ പ്ലാനൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. അവർ ആ പ്ലാൻ ഉപയോഗിക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ എന്തായാലും Z30 നല്ലൊരു പ്ലാനോട് കൂടിയാണ് വന്നിരിക്കുന്നതെന്ന് അവർ ഓൾറെഡി പറയുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്താണ് അവരുടെ പ്ലാൻ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. സോണ് ഷിഫ്റ്റ് ആയിരിക്കുകയാണ്. അടുത്ത സോൺ വന്നിരിക്കുന്നത് ഈ ഒരു ഏരിയയിലോട്ടാണ്. സോണ് ചുരുങ്ങിയിരിക്കുന്നത് ഈ ഒരു ഏരിയകളിലോട്ട് സോണ് ചുരുങ്ങിയിരിക്കുകയാണ്. അപ്പം ഉടനെ തന്നെ അത് ഷിഫ്റ്റ് ആകുമെന്ന് തോന്നുന്നു. അപ്പോൾ എന്താണ് Z30യുടെ പ്ലാൻ? ഇതുവഴി പോയോ? എങ്ങോട്ട് പോയി? അയ്യോ. ഓക്കെ, Z30 3 വണ്ടികൾ ഇവിടെ ഉണ്ടാവും. മേ ബി ഇപ്പോൾ 4ാമത്തെ വണ്ടിയും എത്തിയിട്ടുണ്ട്. സോ Z30യുടെ വക അവരുടെ പ്ലാൻ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. എന്താണ് അവർ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന പ്ലാൻ? ഓക്കെ, അവരിപ്പോൾ റെഡി ആവാൻ പറഞ്ഞിരിക്കുകയാണെന്ന് തോന്നുന്നു. അവരുടെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഇനി ഒരു ഹാർഡ് ഓൺ പുഷാണ് Z30 സൈഡിൽ നിന്ന് വരാൻ പോകുന്നതാണ് തോന്നുന്നത്. എന്താണ് Z30 ചെയ്യാൻ പോകുന്നത്? ഡീലിൽ അവിടെ ആ വണ്ടി പിറ്റ് ചെയ്ത് ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് തോന്നുന്നു. നല്ലൊരു സ്പ്രേ. ഓക്കെ, Z30യുടെ വണ്ടികളിൽ ഈ ഒരു ആംഗിളിൽ നിന്ന് ലിഫ്റ്റ് ഓഫ് ആവുന്നുണ്ട്. ജുഗ്രു
ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, അവിടുന്ന് അവർ വണ്ടിയായിട്ട് റൊട്ടേറ്റ് ചെയ്യാണ് വീണ്ടും. ഒരു ഹാർഡ് റൊട്ടേഷൻ ആണ് അവരുടെ പ്ലാൻ. എല്ലാരും ഉണ്ടല്ലോ, എല്ലാരും മേ ബി ആ പ്ലാൻ എല്ലാവർക്കും ഒന്ന് സിങ്ക് ആവാൻ വേണ്ടി റെഡി ആക്കുവാണെന്ന് തോന്നുന്നു. അടുത്തൊരു സോൺ ഷിഫ്റ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ സോൺ ഷിഫ്റ്റായി ഇത്രയും ഏരിയയിലോട്ട് മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ്. C30 റൊട്ടേറ്റ് ചെയ്ത് ഈ ഒരു ആംഗിൾസിലോട്ട് വീണ്ടും തിരിച്ചെത്തിക്കൊണ്ടിരിക്കുന്നു. പോയല്ലേ സോൺ അങ്ങോട്ട് പോയി. നമ്മൾ നോക്കുവാണെങ്കിൽ C30 വണ്ടി സോണിന്റെ എഡ്ജിലോട്ട് എത്തിയിട്ടുണ്ട്. അവർ ഇറങ്ങി നല്ലൊരു സ്പ്രേ വരുന്നുണ്ട് അവർക്ക്. ആന്റണി വാക്കർ, അതേപോലെ തന്നെ മൈറ്റി, അതേപോലെ തന്നെ മാർത്താണ്ഡൻ, ഡിങ്കർ, അസീം, ഓക്കെ അവരെല്ലാവരും എത്തിയിരിക്കുകയാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെല്ലാവരും അവർ എഡ്ജിലോട്ട് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ എല്ലാ പ്ലേയേഴ്സും സ്പ്രേ. അസീമിന്റെ വക ഒരു റൊട്ടേഷൻ. ജുഗ്രു ആ ഒരു ഏരിയയിൽ ഇറങ്ങിയിരിക്കുകയാണ്. ജുഗ്രുവിന് ആർമർ ഇല്ല. ജുഗ്രു അത് ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു. ഇത്രയും പിറ്റിങ്ങിനിടയ്ക്ക് ആർമർ കുറയുന്നത് ജുഗ്രുവിന് ശ്രദ്ധിക്കാൻ സാധിച്ചില്ലെന്ന് തോന്നുന്നു. നല്ല ടാഗ് ഡെമിസിൽ താഴെ ഇറങ്ങിയിരിക്കുകയാണ്. ഏബൽ അവിടെ വണ്ടിയിൽ വീണ്ടും ഇവിടെ പിറ്റിങ് കാണാം. ഇവിടെ ഒരു ഷീൽഡ് പോലെ അങ്ങ് ഡിഫൻസ്. കേറാൻ പറ്റില്ലല്ലോ ഓൾറെഡി. റൊസാരിയോ റോഡ്രിഗസ്, അതേപോലെ തന്നെ പക്കി അവിടുന്ന് ഒരു വൺ വേ എടുത്തിട്ട് സ്പ്രേ ആണെന്ന് തോന്നുന്നു. രണ്ട് സൈഡും സ്പ്രേ, രണ്ട് സൈഡും നല്ലൊരു സ്പ്രേയിങ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ട് സൈഡും നല്ലൊരു ഫയറിംഗ് ആണ്. ബട്ട് അങ്ങോട്ട് കൊണ്ട് കൊടുക്കുന്ന ടാഗ് വളരെ മിനിമലിസ്റ്റിക് ആണെന്ന് തോന്നുന്നു. ഒഡേസിക്ക് നല്ലൊരു ടാഗ് കിട്ടി. ഒഡേസി അവിടെ ഹീൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോറസിന് ആൻറ്റി വാക്കറിന് കുറച്ച് ഹീലിങ്സ് അടി കൊണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏബലിനെ എടുക്കാനായിട്ടാണ് നിൽഗോട്ട് വരുന്നത്. ഏബൽ അവിടെ നിൽഗോട്ടിനെ സ്പോട്ട് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. നിൽഗോട്ട് നല്ലൊരു ടാഗ് കൊടുത്തു. ബട്ട് റൊസാരിയോ തിരിച്ചു കയറി. നിൽഗോട്ട് ആ ഒരു തിരിച്ചു പോയിട്ടുണ്ട്. ഒന്നല്ല, ഞങ്ങൾ ഓക്കെ. മോബി നീലകണ്ഠൻ ഈ സൈഡിൽ കയറാൻ നോക്കുന്നുണ്ട്. ബട്ട് നല്ലൊരു സ്പ്രേ ദില്ലി ഡിങ്കറിന്റെ വക. ഏരിയ കോർണർ ആയിട്ടുണ്ട്. ഇത് ഇറങ്ങണം ഇനി ഇവിടെ. ഇതാകുമ്പോ എല്ലാം കാണാലോ. അടിപൊളി പൊസിഷൻ. അവിടെ അടിക്കാൻ പറ്റും. എല്ലാ സൈഡും നേരത്തെ ഡൗൺ ആയതാണ്. അത് സോൺ ഔട്ട്ന്ന് അവർ അടിച്ചിട്ടുള്ളതാണ്. പ്രോപ്പർ ഡൗൺ ആയതാന്ന് പറയാൻ പറ്റില്ല. ഇൻഫ്ലുവൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുക ആണല്ലേ. C30 12 പേര് സോണിലുണ്ട്. ടിവിയുടെ 10 പേരെ സോണിലുള്ളൂ. ഇൻഫ്ലുവൻസ് കുറഞ്ഞോണ്ടിരിക്കുന്നു. ഇപ്പൊ 11 ആയി. കളി കാണാലോ. എന്താണ് ചെയ്യാൻ പോകുന്നത്? ടിവിക്ക് ഒരു പ്ലെയർ കുറവാണ്. അവർ എന്താണ് ചെയ്യാൻ പോകുന്നത്? അടുത്തൊരു സോണിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പോവുകയാണോ അതോ പുഷ് ചെയ്ത് അടിക്കാൻ പോവുകയാണോ എന്ന് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ടിവിയെ മോബിക്ക് നല്ലൊരു ടാഗ് കിട്ടി. മോബി ആ ഒരു എഡ്ജില് പ്ലേയേഴ്സ് ഉള്ളത് ശ്രദ്ധിച്ചില്ലേ, കണ്ടില്ലേ? എന്താ സംഭവം? അപ്പുറത്ത് കിട്ടി. സർജി അവിടെ വണ്ടി എടുത്ത് കറങ്ങുന്നുണ്ട്. സർജിയോ വണ്ടി എടുത്ത് പിറ്റിയാനാണോ നോക്കാൻ പോകുന്നത്? എന്താണ് ഉദ്ദേശിക്കുന്നത്? പിറ്റിയാനാണെങ്കിൽ അത് ഇറങ്ങാനാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനല്ല, ഞാൻ ഡൗട്ട് ചോദിക്കട്ടെ. ഇപ്പൊ ഏബലിന്റെ വണ്ടിക്ക് പിറ്റ് ചെയ്തത് വീഡിയോ ആവോ? നിക്കുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാല് വീഡിയോ ആവും. കണ്ടിട്ട് ഇന്റൻഷനലി ചെയ്ത വീഡിയോ. മോബിക്ക് നല്ലൊരു ടാഗ് ഇട്ടിരുന്നത്. മോബി ഹീൽ ചെയ്യുകയാണ്. ഓ മോനെ സൂക്ഷിച്ചൊക്കെ വേണേ. സർജിയോ ആ ഒരു ആംഗിളിൽ നിന്ന് ഏബലിനെ പിക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന് തോന്നുന്നു. ബട്ട് സർജിയോക്ക് അവിടെ വരാൻ സാധിച്ചില്ല. മെസ്ബോയ് ആ ഒരു ഫയറിങ്ങിൽ അവിടുന്ന് ഓടിച്ചിട്ടുണ്ട്.
ഇത് കാണിക്കുന്നേ ഓക്കെ, അടുത്തൊരു സോൺ ഷിഫ്റ്റ് ഉടനെ തന്നെ വരുന്നതായിരിക്കും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. സോണിനി എങ്ങോട്ടാണാവല്ലേ മാറാ? ഓക്കെ, സർജിയോ ഈ ഒരു ആംഗിളോട് എത്തുന്നുണ്ട്. മേ ബി ഇതുവഴി കയറി ആ ഒരു കോർണറിലുള്ള ഒരു സ്പോട്ടിലോട്ട് വന്ന് ഏബലിനെ പിക്ക് ഓഫ് ചെയ്യാനുള്ള ട്രൈ ആയിരിക്കും. മേ ബി നമുക്ക് കണ്ടറിയാം. ഓക്കെ, അടുത്തൊരു സോൺ ഉടനെ തന്നെ വരുന്നതായിരിക്കും. 13 മിനിറ്റിലെന്തോ വരും തോന്നുന്നു അല്ലേ? 13-12 മിനിറ്റിലെന്തോ വരും. കറൻ്റ്ലി ഒരു സ്റ്റീൽമേറ്റ് പോലെ രണ്ട് സൈഡിൽ നിന്നും സ്പ്രേ വരുന്നുണ്ട്, രണ്ട് സൈഡിൽ നിന്നും ടാഗ് പോകുന്നുണ്ട്. ഇതിലൊരു പിക്ക് ആർക്കും ഇതുവരെ എടുക്കാൻ സാധിച്ചിട്ടില്ല. ആരെങ്കിലും ഒരു പിക്ക് എടുക്കുമോ എന്നാണ് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. ഈ ഒരു സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ നമ്മുടെ മോബിയുണ്ട്. സർജിയോനെ ഈ ഒരു ഏരിയയിൽ നിന്ന് അവർ ഓടിച്ചു വിട്ടിട്ടുണ്ട് ഫയർ ചെയ്തിട്ട്. ഡെസിമൽ ആ ഒരു എഡ്ജാണ് ഹോൾഡ് ചെയ്യുന്നത്. അടിച്ച ശേഷമാണ് സോൺ ഹിറ്റ് ആയേ? അല്ലല്ല, ഓ അസീമിന് നല്ലൊരു ടാഗ്. ആന്റണി വാക്കർ അതേപോലെ തന്നെ ഒഡേസി ആംഗിൾ മൂവ് ചെയ്തിട്ടുണ്ട്. അവര് ഒഡേസി അതേപോലെ തന്നെ ആന്റണി വാക്കർ ഫുള്ളി റൊട്ടേറ്റ് ചെയ്ത് വേറെ ആംഗിളിൽ വന്നിട്ടുണ്ട്. അസീം അതേപോലെ തന്നെ ടോറസ് ആൻഡ് പക്കി എല്ലാരും ഈ ഒരു ആംഗിളിൽ നിന്ന് പുഷ് ചെയ്ത് വരുന്നുണ്ട്. അവരുടെ കൗണ്ട് എടുക്കുകയാണെന്ന് തോന്നുന്നു. അപ്പുറത്ത് കയറി ബില്ലിന്റെ അടിക്ക് കയറി. അതെ അതെ, വില്ലുവിന്റെ ബിൽഡിംഗ് അല്ല, അത് മേളിലും ആളണ്ടല്ലോ. എല്ലായിടത്തും വെടിവെപ്പാതല്ലോ. ഞാൻ ഇവിടെ കവർ അവൻ റൊസാരിയോ അങ്ങ് ഫ്രണ്ടിൽ കയറിയല്ലോ രണ്ടുപേരും. ഓ ഇവിടത്തെ ഇത് ഏബലിന്റെ നേരെ റോഡ്രിഗസ് അതേപോലെ തന്നെ നിൽഗോട്ട് ബിൽഡിംഗ് കയറാനാണോ? ഇവിടുന്നോ വണ്ടിയുടെ ബാക്കിൽ ഇപ്പോൾ ഏബിൾ ഇറങ്ങി. അല്ല നിൽഗോട്ട് അതല്ലേ? ആ ഏബിൾ ഇറങ്ങിയല്ലോ. ഇല്ല, ടോറസ് മൈറ്റി ജുഗ്രു ഈ ഒരു ആംഗിൾ ഒറ്റയ്ക്ക് സ്പ്രേ ചെയ്യുന്നുണ്ട്. രണ്ടുപേരും ടാഗ് കൊടുക്കുന്നുണ്ട്. ചുമ്മാ എവിടെയൊക്കെയാണ് വെടി വരുന്നത്? സ്ഥലം ഇറങ്ങുന്നത്. ഓക്കെ, ഏബല ഒക്കെ അവിടെ മോബി ഇറങ്ങി ഫയർ ചെയ്യുന്നുണ്ട്. റോഡ്രിഗസിനെ അതുപോലെ നിൽഗോട്ടിനെ നീലനും അതുപോലെ മോബിയും കൂടെ നല്ലൊരു സ്പ്രേ അതേപോലെ നല്ല ടാഗ് ഇട്ടിട്ടുണ്ട്. ബട്ട് അവർക്ക് പിക്ക് ഓഫ് എടുക്കാൻ സാധിച്ചില്ല. ഇവിടെ തൊട്ട് താഴെ ഉള്ളത് സ്റ്റീവൻ ബെസ്ബോയ് കൊടുത്തു അറിഞ്ഞിട്ട് തോന്നുന്നു. ഏബൽ താഴെ ഇറങ്ങി. ഏബൽ ഒറ്റയ്ക്ക് പോവുകയാണോ? ഏബൽ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. ബട്ട് ഏബൽ അവിടെ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ വലിയൊരു മണ്ടത്തരമായിരിക്കും. ടാഗ് കൊടുത്തിട്ട് വിടാനോ? ഈ ഒരു ആംഗിളിൽ ദില്ലി ആൻഡ് മാർത്താണ്ഡൻ അവിടെ നിൽക്കാറുണ്ട്. ലാസ്റ്റ് ഇവിടുന്ന് കയറി വന്ന് അടിക്കാനുള്ള ഇതാണെന്ന് തോന്നുന്നു ജുഗ്രുവിനെ. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പക്കി അതേപോലെ ടോറസ് മൈറ്റി അതേപോലെ നല്ലൊരു ടാഗ്. സോണ് ഷിഫ്റ്റ് ആയിരിക്കുകയാണ്. SRയുടെ കയ്യിൽ നിന്ന് സോണ് വീണ്ടും മൊത്തത്തിൽ പോയി. ഏബൽ അവിടെ പുഷ് ചെയ്ത് കയറുന്നുണ്ട്. ആന്റണി വാക്കർ ഇറങ്ങി ഏബൽ സർജിയോടെ പിക്ക് അപ്പ് ചെയ്തിട്ടുണ്ട്. ഏബൽ 2v2 2 ആണ്. ഗണ്ണർ റിലോഡ് ചെയ്യുകയാണ്. ഓ ഏബൽ ഡൗൺ. പിക്ക് അപ്പ് ചെയ്തിട്ടുണ്ട്. ടോറസിനെ ജുഗ്രു പിക്ക് അപ്പ് ചെയ്യാണ്. നിൽഗോട്ട് ഡൗൺ. അതേപോലെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർത്താണ്ഡൻ ഡിങ്കർ ഡൗൺ. ഡെസിമൽ ആൻഡ് ദില്ലിയാണ് ബാക്കിയുള്ളത്. ഡെസിമൽ ഡൗൺ കിട്ടിയിരിക്കുകയാണ്. അതേപോലെ തന്നെ പിക്ക് ഓഫ് ചെയ്തു ദില്ലി. പക്ഷെ ദില്ലിനെ അവരെല്ലാരും കൂടെ കേറി അസ്രിയൽ G30 ദില്ലിനെ പിക്ക് ഓഫ് ചെയ്തിരിക്കുകയാണ്. മൊത്തത്തിൽ തീർന്നിട്ടുണ്ട്.